തിരുവനന്തപുരം CSI ദക്ഷിണ കേരള മഹാ ഇടവക ആസ്ഥാനത്ത് പ്രതിഷേധം. ദക്ഷിണ കേരള മഹാ ഇടവകയുടെ അധികാര തർക്കത്തെ തുടർന്നാണ് സംഘർഷം. വിശ്വാസികൾ സഭാ ആസ്ഥാനത്ത് പ്രതിഷേധിക്കുന്നു. വിവരങ്ങൾ നൃപൻ നൽകും. നൃപൻ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? എന്താണ് വിശദാംശങ്ങൾ? ഇരുവിഭാഗം വിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നേർക്കുനേർ മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധിക്കുന്നത് ആണ്. ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട്. അല്പം മുമ്പ് വരെ വലിയ സംഘർഷ അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് എത്തി അവിടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സ്ഥിതിക്ക് അയവ് വന്നിട്ടുണ്ട്. എന്നാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ആ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ അധികാര തർക്കവുമായി ബന്ധപ്പെട്ട കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. ആ വിധിക്ക് ശേഷം നേരത്തെ താൽക്കാലികമായി നിലവിൽ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവരെ കോടതി വിധിയിലോടുകൂടി റദ്ദായിരുന്നു. അതിനുശേഷം പുതിയ താൽക്കാലിക ചുമതല നൽകിയിരുന്നു. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ കോടതി പിരിച്ചുവിട്ടതിന് ശേഷം പഴയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സുപ്രീം കോടതി മരവിപ്പിച്ചിരുന്ന സുപ്രീം കോടതി ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സമീപിച്ചിരുന്നു. അവർക്ക് വീണ്ടും വിധി ലഭിച്ചു, തങ്ങൾക്ക് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചു എന്ന് വാദിച്ചുകൊണ്ട് സഭാ ഓഫീസിനകത്തേക്ക് ഒരു വിഭാഗം പ്രവർത്തകരെത്തി. അവരെ തടയാൻ വിശ്വാസികൾ രംഗത്തെത്തി. ഇങ്ങനെ രണ്ട് വിഭാഗവും പരസ്പരം ചേരിതിരിഞ്ഞ് ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നല്ല മഴയത്തും ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് രണ്ട് വിഭാഗവും സംഘടിച്ചു തന്നെയാണ് എത്തിയത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കോടതി പിരിച്ചുവിട്ടതിന് ശേഷം പുതിയ ബിഷപ്പിനാണ് ചുമതല നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കോടതി വിധി ലഭിച്ചു എന്ന അവകാശവാദവുമായി പുതിയ ആൾക്കാർ വീണ്ടും രംഗത്തെത്തി. പഴയ ചുമതലയുള്ള ബിഷപ്പിനെ ഓഫീസിൽ നിന്ന് ഇറക്കി വിടാനുള്ള ശ്രമം നടത്തി. അപ്പോഴേക്കും വിശ്വാസികൾ തടഞ്ഞു. അങ്ങനെ രണ്ട് വിഭാഗവും ചേരിതിരിഞ്ഞ് ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ്. പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംഘർഷം ഒഴിവാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ബിനു. തിരുവനന്തപുരം CSI ദക്ഷിണ കേരള മഹാ ഇടവക ആസ്ഥാനത്ത് പ്രതിഷേധം. ദക്ഷിണ കേരള മഹാ ഇടവകയുടെ അധികാര തർക്കത്തെ തുടർന്നാണ് സംഘർഷം. വിശ്വാസികൾ സഭാ ആസ്ഥാനത്ത് പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങളാണ് നൃപൻ ചക്രവർത്തി നൽകിയത്.